ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അവസരോചിതമായിട്ടുള്ള ബുദ്ധി ഒരു 30 വയസ്സ് മുതൽ അങ്ങോട്ടാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ശരിക്കും 30 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് കുറെ ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് നമ്മളെ തന്നെ വീണ്ടെടുത്ത് പുതിയൊരു ജീവിതം അല്ലെങ്കിൽ ജീവിതം ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ബുദ്ധിയും ബോധോദയവും ഉണ്ടാവുന്നത് ഒരു 30 വയസ്സ് മുതൽ അങ്ങോട്ടാണ്. കുറെ ആളുകളൊന്നും വേണ്ട ജീവിക്കാൻ. ജീവിക്കാൻ സമാധാനം മതി. അവനവന്റെ കാര്യം നേരെ ചൊവ്വേ നോക്കി നടത്താനുള്ള ആരോഗ്യം മതി. അങ്ങനെയുള്ള കുറെ റിയലൈസേഷൻ നമുക്കുണ്ടായിരിക്കും. ഒരു 30 വയസ്സ് വരെ നമ്മൾ ജോലി, അല്ലെങ്കിൽ അതിനു മുമ്പ് പഠിത്തം, ആ, പണം, കൂട്ടുകാർ, വീട്ടുകാർ, മറ്റുള്ളവർ എന്ത് പറയും, എന്നൊക്കെയുള്ള ഒരു 1000 അരാജകത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ജീവിതമായിരിക്കും നമ്മുടേത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളൊരു 30 വയസ്സൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും മറ്റുള്ളവര് എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്നെ വീണ്ടെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്നെ തന്നെയാണ്. ഈ ഒരു റിയലൈസേഷൻ മതി കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലൈഫ് ഒരുപാട് ബെറ്റർ ആയിരിക്കും. നമ്മൾ ഇന്നലെ വരെ ജീവിച്ചതിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിരിക്കും. നമ്മൾ സമാധാനത്തെ ചൂസ് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പൊ നമുക്ക് നമ്മളെ തന്നെ കിട്ടിയില്ലേ. ഇനി പണം. ജീവിക്കാൻ പണം വേണോ? ഓഫ് കോഴ്സ് വേണം. പണം സന്തോഷം കൊണ്ട് തരുമോ? പണം മാത്രമേ സന്തോഷം കൊണ്ട് തരുള്ളൂ. ബന്ധങ്ങളൊക്കെ നന്നായിട്ട് പോകണമെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിലും നമുക്ക് നല്ല ചുറ്റുപാടുകൾ ഉണ്ടാവണമെങ്കിലും പിന്നെ ഒരാളുടെ മുമ്പിൽ പൈസയുടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് കൈനീട്ടാതിരിക്കണമെങ്കിലും ആരും മുഖം കറുപ്പിക്കാതിരിക്കണമെങ്കിലും പണത്തിന് പണം തന്നെ വേണം. പക്ഷെ ഒരു 30 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക സേവിങ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഞാൻ സേവ് ചെയ്യണം. എന്റെ കയ്യിൽ എന്റെ ആവശ്യങ്ങൾക്ക് പണം ഉണ്ടായാലേ തീരൂ. ഒരു ബഡ്ജറ്റ് ഉണ്ടായാലേ പറ്റുള്ളൂ. അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ഒഴിവാക്കാനും എവിടെയൊക്കെ വെട്ടിച്ചുരുക്കിയാൽ എവിടെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ടാക്കാം, നമ്മൾ ഒരാഴ്ച വയ്യാതെ ആയിപ്പോയാലോ, നമുക്കൊരു ലോങ് ലീവ് എടുക്കേണ്ടി വന്നാലോ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന പണത്തിന്റെ മൂല്യം എന്നതിലുപരി പണം സേവ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് വേരുറപ്പിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ആത്മവിശ്വാസം ഇല്ലെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന നമുക്ക് വളരെ സൈലന്റ് ആയിട്ട് നല്ലൊരു ആത്മവിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് 30 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള സമയം. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങും. നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ ബാലൻസ് ചെയ്തു തുടങ്ങും. ലൈഫിൽ യാതൊരു ഡിസിപ്ലിനും ഇല്ലാതിരുന്ന, പലതവണ ശ്രമിച്ചിട്ടും ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതിരുന്ന നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ഡിസിപ്ലിൻ, അച്ചടക്കമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യും. ഓക്കെ, അതൊക്കെ ഈ ഒരു സൈലന്റ് കോൺഫിഡൻസിന്റെ ഭാഗമാണ്. നമ്മൾ ഒരുപാട് ലൗഡായിരുന്നു അതുവരെ, പക്ഷെ ഒരു 30 വയസ്സ് കഴിയുമ്പം അത്രമേൽ ലൗഡായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമർത്ഥിച്ചും അടിയുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. വളരെ സമാധാനമായിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക, നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക, നമ്മുടെ ചുറ്റുമുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ ആപത്തുകളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ള രീതിയിൽ വളരെ കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ ഇതുവരെയൊക്കെ എത്തിയില്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ അതിജീവിച്ചില്ലേ, എനിക്ക് ഉറപ്പായിട്ടും പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം 30 വയസ്സ് കഴിഞ്ഞാൽ ഷുവറാണ് കേട്ടോ. അത് നമ്മൾ പാനിക് ആവുന്നത് ഒരുപാട് കുറഞ്ഞു എന്നുള്ളത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ ഇങ്ങനെ റിയലൈസ് ചെയ്യും. പല കാര്യത്തിനും പെട്ടെന്ന് ടെൻഷൻ അടിച്ച് വല്ലാതെ പാനിക്കായി കൈകാലിട്ടടിച്ച് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിൽ കൂടുതൽ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. ഇത് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ഐഡിയ വരുന്നില്ലെങ്കിൽ ഓക്കെ, നമുക്ക് സമാധാനമായിട്ട് ചിന്തിക്കാം എന്നൊക്കെ നമുക്ക് തന്നെ തോന്നി തുടങ്ങും. നമ്മൾ കൂടുതൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു അതിന്റെ പ്ലസ് ആൻഡ് മൈനസ്, ഇനി എന്തൊക്കെ, അതായത് നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്കിലേക്ക് പോകും. നമുക്കൊരു റിസ്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം അതിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി റിഫ്ലക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സിലായിരിക്കും. പിന്നെ റിയാക്ഷൻ കൊടുക്കുന്നത് വളരെ കുറവാകും. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം റെസ്പോണ്ട് ചെയ്തുകൊണ്ട് റിയാക്ഷന്
ഒന്നും ഒരാവശ്യമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തും. അവിടെ നമ്മളെ പീസ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ജീവിതത്തിൽ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അല്ലെ. നോ പറയാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ നോ പറയുന്നു എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയും. നമ്മൾ എപ്പോഴും പറയുന്ന മറ്റേ തന്ത വൈബും തള്ള വൈബും ഒക്കെ എവിടെയോ സ്റ്റാർട്ട് ചെയ്തെന്ന് വെറുതെ തമാശക്കെങ്കിലും നമ്മൾ ആലോചിക്കും. തന്ത വൈബും തള്ള വൈബൊന്നും അല്ല കേട്ടോ, അതാണ് മെച്യൂരിറ്റി. നമ്മുടെ ബുദ്ധി വളരെ നല്ല രീതിയിൽ നമ്മളെ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മെച്യൂരിറ്റിയാണത്. നോ പറയേണ്ടടുത്ത് നോ പറയാനും പറ്റാത്ത കാര്യങ്ങൾക്ക് പോവാതിരിക്കാനും മാറി നിൽക്കേണ്ടടുത്ത് മാറി നിൽക്കാനും ഇൻവൈറ്റ് ചെയ്യപ്പെടാത്തിടത്ത് എന്തുകൊണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് ചോദിക്കാൻ പോകാതിരിക്കുന്നതും ഒക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ്. ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതായത് ഒരു 30 വയസ്സ് വരെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന പല കാര്യത്തെ പറ്റി കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന നമ്മൾ ഇപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു വേയിലാണെന്ന് തോന്നും. നമ്മുടെ ഉപജീവന മാർഗം എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻകം സോഴ്സ് എന്തായിരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. ഞാൻ എത്ര വരെ പഠിച്ചു, എന്റെ വിദ്യാഭ്യാസ യോഗ്യത ഇത്രയൊക്കെയാണ്, ഇനി ഞാൻ എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെയുള്ള നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയില്ല എന്നുള്ളതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരിക്കും. ജീവിതത്തെക്കുറിച്ചും കുറച്ചുകൂടി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കും. വിവാഹം, അല്ലെങ്കിൽ കൂടെ ഉണ്ടാവേണ്ട കൂട്ടുകാർ, പറ്റിപ്പോയ അബദ്ധങ്ങൾ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ട ലെസൺസ്, ഇതിനെ പറ്റിയൊക്കെ ക്ലാരിറ്റി ഉണ്ടാവുന്നതിൽ കൂടുതൽ എന്ത് വേണം. അപ്പോൾ 30 എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇതിൽ കൂടുതൽ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു യങ് ടൈം വേറെ ഇല്ലെന്ന് പറയാം. അത്രയും ബ്യൂട്ടിഫുൾ ആണ് 30 വയസ്സ് കഴിഞ്ഞാലുള്ള ആ ഓരോ മൈൽ സ്റ്റോൺ. 30s എന്ന് പറഞ്ഞാല് എല്ലാരും വിചാരിക്കുന്നതിനേക്കാളും 100 ഇരട്ടി ബ്യൂട്ടിഫുൾ ആണ്. കുറെ പേരൊക്കെ വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട് 20s തീർന്നു പോകാറാകുമ്പോൾ. പക്ഷെ 20s ഒക്കെ ഫുൾ സ്ട്രഗിൾ പീരീഡാണ്. 30s ആണ് മക്കളെ. 30s അവിടെ തൊട്ടാണ് നമുക്ക് അങ്ങോട്ട് ജീവിതവും ജീവിക്കാൻ പഠിക്കുന്നതും നമ്മളൊന്ന് കാലുറപ്പിച്ച് നിൽക്കുന്നത്. സോ നമ്മൾ സക്സസിനെ റീഡിഫൈൻ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. നമ്മൾ ലക്ഷറീസിനെയും റീഡിഫൈൻ ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസത്തെ കുറിച്ച് ടെൻഷൻ അടിക്കാതെ ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊരു ലക്ഷറി ആയിട്ട് നമുക്ക് തോന്നി തുടങ്ങും. സമാധാനം ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് നമുക്ക് തോന്നി തുടങ്ങും. പിന്നെ നമുക്ക് സമയാസമയം ഭക്ഷണവും വൃത്തിയുള്ള വസ്ത്രങ്ങളും അത്യാവശ്യം താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആണ് എന്നുള്ളൊരു തോട്ട് വരും. അതായത് മൊത്തത്തിൽ നമ്മുടെ മൈൻഡ് സക്സസിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യും. അക്സെപ്റ്റൻസ് ആണ് അടുത്ത ഏറ്റവും വലിയൊരു ഗെയിൻ. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത് നമ്മൾ അങ്ങ് നിർത്തും. അതായത് 20s അല്ലെങ്കിൽ 20s മുമ്പ് നമ്മൾ കൂടുതൽ കാര്യങ്ങളെയും ഫോഴ്സ് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പൊ തന്നെ എല്ലാം വേണം, ഉടനെ എല്ലാം വേണം എന്നുള്ള മെന്റാലിറ്റി എന്നൊക്കെ മാറിയിട്ട് ഇപ്പം എന്താണ് പോസിബിൾ ആയിട്ടുള്ളത് അതെനിക്കിപ്പം വേണം, പിന്നെ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹങ്ങൾ ഇവൻച്വലി എനിക്ക് കിട്ടും, എനിക്ക് നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ ഒന്നിനെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പോവില്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട സ്നേഹം, നമുക്ക് കിട്ടേണ്ട പരിഗണന, നമുക്ക് കിട്ടേണ്ട അറ്റൻഷൻ, നമുക്ക് വേണ്ടി മറ്റൊരാൾ എടുക്കേണ്ട എഫേർട്ട്, അതിന് വേണ്ടിയിട്ടൊന്നും ബെഗ് ചെയ്യാൻ പോവില്ല. അതൊക്കെ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഡിസേർവ് ചെയ്യുന്ന നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ അല്ലാത്ത നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മൈൻഡിന് മാറും. പിന്നെ നമ്മള് ഈ സൈലൻസിന്റെ ബ്യൂട്ടി മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഒറ്റയിരിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനും കുറച്ചു സമയം വെറുതെ വാഴിക്കളയാനും ഒരു ചായ കുടിക്കുന്നത് ഒരു നല്ലൊരു കമ്പനിയാണ്. ചായ കുടിക്കുന്നതിന് വേണ്ടി മാത്രമല്ലാതെ ഒരു കമ്പനിക്ക്, ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടി തുടങ്ങും. അതൊക്കെ നമ്മൾ ഈ സൈലൻസിനെ കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്യുന്നതാണ്. സൈലന്റ് ആയിട്ടിരിക്കുന്നതും വലിയ ബഹളങ്ങളും വലിയ അരവങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷം കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആവും 30കളിൽ നമുക്ക്.
പിന്നെ നമ്മൾ പലപ്പോഴും ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു മാസ്ക് എടുത്തണിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ മാസ്കിനെ നമ്മളങ്ങ് ഡ്രോപ്പ് ചെയ്യും. ഇനി ആരുടെ മുമ്പിലും ഒന്നും പ്രിറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഒരു പ്രകടനപരതയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മളായിട്ട് ഇരിക്കാം എന്നുള്ള ഒരു ധൈര്യം നമുക്ക് 30s ഉറപ്പായിട്ടുണ്ടാവും. തലമുറകളായി തുടർന്നു വരുന്ന ദുരാചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു തൊലിക്കെട്ട് നമുക്കുണ്ടാവും. ജനറേഷണൽ വൂണ്ട് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോ ഇനി അത്തരം ചൈൽഡ്ഹുഡ് നമ്മളിലൂടെ മറ്റ് ആർക്കും കിട്ടാതിരിക്കാനും, പിന്നെ ഈ ജോലി, മാരേജ്, ലൈഫ് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാലഹരണപ്പെട്ട ചില രീതികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് തള്ളി മാറ്റി മുന്നോട്ട് പോയി വഴിതെളിച്ച് മുന്നോട്ട് നടക്കാനുള്ള ഒരു പ്രാപ്തിയും നമുക്കുണ്ടാവുന്നത് 30 വയസ്സിന് ശേഷമാണ്. സമയത്തിന്റെ വില നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ചെറിയ രീതിക്കാണെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. സമയം പാഴിക്കളയരുത്, നന്നായിട്ട് ജീവിക്കണം. ഒരു സർവൈവൽ മോഡല്ല, എന്റെ ജീവിതമാണ്, ജീവിക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു സമയത്താണ് നമ്മൾ കൂടുതൽ ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതും നല്ല രീതിയിൽ ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നതും. നമ്മുടെ മോർണിംഗ് റൊട്ടീൻ സെറ്റ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ഒക്കെ ഒന്നുകൂടി ഓർഗനൈസ്ഡ് ആവാം, കുറച്ചുകൂടി മിനിമലിസ്റ്റ് ആവാം, അങ്ങനൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇനി സ്നേഹം, ഈ സ്നേഹത്തെ നോക്കിക്കാണുന്ന ഒരു രീതി തന്നെ നമുക്കങ്ങ് മാറും. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്, ബട്ടർഫ്ലൈസിനെ ചേസ് ചെയ്യാൻ പോകുന്ന റേസ് അല്ല എന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മൾ എത്തും. സ്നേഹം എന്ന് പറയുന്നത് ഈക്വൽ പാർട്ട്ണർഷിപ്പാണ്, എഫേർട്ടാണ്, നമുക്ക് തരുന്ന റെസ്പെക്റ്റും പീസുമാണ്, നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് എന്നൊക്കെയുള്ള ഒരു പുതിയ ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പുതിയൊരു പെർസ്പെക്റ്റീവ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. നമ്മൾ സ്നേഹത്തെ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന രീതി മാറും, പ്രത്യേകിച്ച് സ്നേഹത്തെ നോക്കിക്കാണുന്ന രീതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അക്സെപ്റ്റൻസ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുവരെ നമുക്ക് ഉണ്ടായിരുന്ന ഇൻസെക്യൂരിറ്റീസ് ഒന്നും ഇനി മുതൽ ഇൻസെക്യൂരിറ്റീസ് ഒന്നും അല്ല എന്നുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലെത്തും. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ നമ്മളെ എങ്ങനെയാണ് കണ്ടിരുന്നത്, നമ്മൾ അവരെയൊക്കെ ഇനി അങ്ങോട്ട് എങ്ങനെ കാണണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് വരും. അതുവരെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവരങ്ങനെയല്ല വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അവര് ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ, എന്തുകൊണ്ട് എന്നോട് മാത്രം എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിലൊക്കെ. അപ്പുറം ഇതൊക്കെ ലൈഫിന്റെ പാർട്ടാണ്, പാർട്ട് ഓഫ് ദ ജേർണി, പാർട്ട് ഓഫ് ദ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. മെസ്സി ഡേയ്സ് ലൈഫിന്റെ ഭാഗമാണ്. ഞാൻ ഇപ്പൊ കുറെ കൂടി ബാലൻസ്ഡ് ആയിട്ട്, കുറെ കൂടി ഡിസിപ്ലിനോടുകൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതിനിടയ്ക്ക് ചില ദിവസങ്ങള് എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്ന ദിവസങ്ങളും എല്ലാം മെസ്സപ്പ് ആയിരിക്കുന്നതും, ചിലപ്പം ഞാൻ കറങ്ങി മൂഡ് ഓഫ് ആയിട്ട് അങ്ങനെ ഉള്ള ദിവസങ്ങളും ഒക്കെ ഉണ്ടാവാം. അതൊക്കെ പാർട്ട് ഓഫ് ദ ലൈഫാണ്, ഈ ഒരു അനുഭവത്തിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയില്ലേ, ട്രസ്റ്റ് ദ പ്രോസസ്. ആ ഒരു അവസ്ഥ, എല്ലാത്തിനോടും ഒരു അക്സെപ്റ്റൻസ്. ഈ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാലും സമാധാനമാണ് കേട്ടോ. ഇങ്ങനെ ചുരുക്കം പറഞ്ഞാല് ഒരു പീസ്ഫുൾ സ്റ്റേജ് ആണ് 30സിന് ശേഷം. നമുക്ക് ഉള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.